പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഗുഡ്നസ് ടിവിയിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4 ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്ന തിരുവചനം. വിശുദ്ധ പൗലോസ്ലീഹ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഫിലിപ്പിയിലെ സഭയ്ക്ക് ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: നിങ്ങൾ സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ പൗലോസ്ലീഹായുടെ സുവിശേഷ ശുശ്രൂഷയുടെ അവസരത്തിൽ അനേകം ആളുകൾ അപ്പസ്തോലനിലൂടെ യേശുവിനെ അറിയാൻ ഇടയായി തീർന്നു. യേശു ആരാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കടന്നുവന്ന് ക്രിസ്തുവിനെ പ്രഘോഷിച്ച വ്യക്തിയാണ് പൗലോസ് അപ്പസ്തോലൻ. ആ അപ്പസ്തോലൻ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു എന്നതിന്റെ പേരിൽ ഏറെ പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അടികളേൽക്കേണ്ടതായിട്ട് വരിക, വെള്ളത്തിലൂടെ ഒഴുകി നടക്കുക, ആഹാരം പോലുമില്ലാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തമായി അധ്വാനിച്ച് കൂടാരപ്പണി ചെയ്ത് ജീവിച്ചു. ഉള്ളിൽ ഒരൊറ്റ കാര്യം മാത്രമേ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ: ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുക, ക്രിസ്തുവിൽ സന്തോഷിക്കുക, ആനന്ദിക്കുക. പൗലോസ് അപ്പസ്തോലൻ ഗമാലിയേലിന്റെ പാദങ്ങളിലിരുന്ന് പഠിച്ച് നിയമപണ്ഡിതനായിരുന്ന അപ്പസ്തോലൻ, യഹൂദ മതത്തിൽ ജനിച്ച് വളർന്ന് യഹൂദനായി ജീവിച്ചിരുന്ന അപ്പസ്തോലൻ ക്രിസ്തുവിനെ സ്വന്തമാക്കിയപ്പോഴാണ് ശരിയായ സന്തോഷം എന്താണെന്ന് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്രയോ വ്യക്തികളാണ് ഈ ലോകത്തിൽ സന്തോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും സന്തോഷിക്കണം എന്ന് കൊതിക്കുന്ന ആളുകളുണ്ട്, ധാരാളം ആളുകൾ. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ നാളിൽ ഒരു സഹോദരൻ സംസാരിക്കാൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു: എല്ലാ വർഷവും അദ്ദേഹം ഗൾഫിൽ നിന്ന് ജോലിയിലിടയിൽ വർഷത്തിലൊരിക്കൽ 1 മാസത്തെ ലീവിന് നാട്ടിൽ വരാറുണ്ട്. നാട്ടിൽ വരുമ്പോൾ നല്ല മദ്യക്കുപ്പികൾ അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. നാട്ടിൽ വന്ന് കൂട്ടുകാരോട് ചേർന്ന് ഒന്നിച്ച് മദ്യപിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വലുതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് സന്തോഷം, എവിടെയാണ് സന്തോഷം എന്ന് അറിയാൻ പാടില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തിലെ മനുഷ്യർ പറയുന്ന സന്തോഷത്തിന്റെ പിന്നാലെ സഞ്ചരിക്കാനായിട്ട് ഇടയായി തീരുകയാണ്. മദ്യം സന്തോഷം നൽകും എന്ന് കരുതി മദ്യപിച്ച് കുറെ കഴിയുമ്പോൾ ആ മദ്യം തന്നെ അവനൊരു ബന്ധനമായി തീരുകയാണ്. അവന് സന്തോഷം നൽകുന്ന ഒന്നാണ് മദ്യം എന്ന് കരുതി മദ്യപിച്ചു തുടങ്ങി കുറെ കഴിയുമ്പോൾ ആ മദ്യപാനത്തെ ഓർത്ത് ഭാരപ്പെടുന്ന ആളുകളുണ്ട്. ഞാൻ ധാരാളം മദ്യപാനികളോട് സംസാരിച്ചിട്ടുണ്ട്. മദ്യപാനത്തിന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ കൊതിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുകയാണ്. ചിലര് ധ്യാനത്തിന് പോകുന്നത്, ധ്യാനമന്ദിരത്തിൽ പോകുന്നത്, പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്, മല കയറി പ്രാർത്ഥിക്കുന്നത് ഒക്കെ ഇങ്ങനെയുള്ള ഒരു ദുശീലം പരിപൂർണമായി വിട്ടുകിട്ടാനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിപൂർണമായും ഇങ്ങനെയുള്ള സന്തോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിൽ ശരിയായ സന്തോഷം എന്താണെന്ന് അറിയണം. പൗലോസ് അപ്പസ്തോലൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്: നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും തന്റെ മരണം മുന്നിൽ കാണുമ്പോഴും അപ്പസ്തോലന് സന്തോഷിക്കാനായിട്ട് പറ്റുന്നത് ക്രിസ്തു ഉള്ളിലുള്ളതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ, മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിനെ കുറിച്ച് സ്വർഗം പറയുന്ന വാക്ക് ഇതാണ്: ഇതാ സകല ജനത്തിനും വേണ്ടുന്ന വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. അതായത് ക്രിസ്തുവാണ് സന്തോഷത്തിന്റെ സദ്വാർത്ത. ക്രിസ്തുവാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. ആര് ക്രിസ്തുവുമായി ബന്ധത്തിലായി തീരുന്നോ അവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷമാണ്. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും അവർക്ക് ആനന്ദിക്കുവാനായിട്ട് പറ്റും, സന്തോഷിക്കാനായിട്ട് പറ്റും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ സന്തോഷിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. നിരന്തരം ദൈവത്തിന്റെ വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം ശ്രവിക്കുകയും, സാധിക്കുമെങ്കിൽ അഭിഷേകം കിട്ടിയാൽ വചനം പ്രഘോഷിക്കാനായിട്ടൊരു വരം കിട്ടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വചന പ്രഘോഷകരായി തീരണം. കർത്താവ് നിങ്ങൾക്ക് വചനം പ്രസംഗിക്കാനായിട്ട് കഴിവ് തന്നിട്ടുണ്ട് എങ്കിൽ, ഒരഭിഷേകം തന്നിട്ടുണ്ട് എങ്കിൽ ആ അഭിഷേകം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്.
ആ അഭിഷേകത്തിൽ നിങ്ങൾ നിലനിൽക്കണം, ആ അഭിഷേകത്തിൽ നിങ്ങൾ വളരണം. കാരണം നമുക്ക് കിട്ടിയ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണ്. ചില ആളുകൾ വരുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്, ചിലരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. കാരണം ക്രിസ്തു ഉള്ളിലുള്ളവന്റെ വാക്കും പെരുമാറ്റവും പ്രവൃത്തിയും ഒക്കെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണ്. ക്രിസ്തു ഉള്ളിലില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാകാവുന്ന വിധത്തിലുള്ള വാക്കുകളായിരിക്കും അവർ സംസാരിക്കുന്നത്. അവർ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ക്രിസ്തു ഇല്ലാത്ത വാക്കുകളാണ് പുറത്തേക്ക് വരുന്നത് എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തു ഇല്ലാത്തവര് എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തു ഇല്ലല്ലോ എന്നോർത്ത്, ക്രിസ്തു എന്റെ ഉള്ളിലില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത്. പ്രാർത്ഥിച്ച് കാത്തിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രായമുള്ള ഒരു മനുഷ്യൻ, ശിമയോൻ എന്ന ഒരാള്, ക്രിസ്തു വരുന്നിടം വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി. പരിശുദ്ധാത്മാവിന് നിർദ്ദേശം കിട്ടിയ അന്ന് മുതല് പിന്നെ അദ്ദേഹം പുറത്തേക്കൊന്നും പോകുന്നില്ല, ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നില്ല. അദ്ദേഹം ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയത്തിൽ രക്ഷകനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. എന്നെങ്കിലും യേശുക്രിസ്തു ഈ ദേവാലയത്തിലേക്ക് കടന്നുവരും എന്ന പ്രതീക്ഷയോടെ ഈ പ്രായമായ ശിമയോൻ കാത്തിരിക്കുകയാണ്. ശിമയോന്റെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. സന്തോഷത്തിന്റെ കാരണം എന്താണ്? ശിമയോൻ പ്രതീക്ഷിക്കുന്നത് ക്രിസ്തുവിനെയാണ്. നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? മക്കളുടെ ശമ്പളം പ്രതീക്ഷിച്ച്, ഭർത്താവിന്റെ നല്ല സ്വഭാവം പ്രതീക്ഷിച്ച്, ഭാര്യയുടെ നല്ല സ്വഭാവം പ്രതീക്ഷിച്ച്, നമ്മുടെ വരുമാന മാർഗങ്ങളിൽ ലക്ഷ്യം വെച്ച് ഇങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷയാണ് നമ്മൾ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ മക്കളെ നമ്മളെ കൈവിട്ടു പോകുമ്പോൾ, ഭാര്യ കൈവിട്ടു പോകുമ്പോൾ, ഭർത്താവ് കൈവിട്ടു പോകുമ്പോൾ നമ്മളൊക്കെ ഭാരമുള്ളവരായി തീരുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങളുടെ ടീമിൽ തന്നെ വർഷങ്ങളായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന എം മാത്യു സാറ് ഈ അടുത്ത നാളുകളിലാണ് അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. തന്റെ ഭാര്യ മരിച്ച ദിവസം ആളുകളെല്ലാം സങ്കടപ്പെട്ട് കരയുന്ന അവസരത്തിൽ എം മാത്യു സാറ് ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ട്. ഈ മരിച്ച ദിവസം നിങ്ങൾ എന്തിനാണ് ഈ കരിങ്കൊടി കുത്തിവെച്ചിരിക്കുന്നത്? ഈ മരിച്ച ദിവസം നിങ്ങൾ ആരും കരിങ്കൊടി ധരിക്കരുത്, കരിങ്കൊടി കുത്തരുത്, കരിങ്കൊടി നാട്ടിവെക്കരുത്. എന്തിനാണ് കരിങ്കൊടി വെക്കുന്നത്? ഇത് ദുഃഖത്തിന്റെ സമയമല്ല. ഇത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണിത്. എന്റെ ഭാര്യ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഞാൻ സങ്കടപ്പെട്ട് ഇരിക്കുകയാണോ ചെയ്യേണ്ടത്? അതുകൊണ്ട് എന്റെ വീട്ടിൽ കരിങ്കൊടി എന്റെ ഭാര്യ മരിച്ച അവസരത്തിൽ വെക്കരുത് എന്ന് ഞാനാണ് ആവശ്യപ്പെട്ടത് എന്ന് എം മാത്യു സാറ് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, തന്റെ ഭാര്യയുടെ മരണത്തിൽ പോലും അദ്ദേഹത്തിന് സന്തോഷിക്കാനായിട്ട് പറ്റുന്നത് ഭാര്യ അവസാനിച്ചല്ലോ എന്നോർത്തുള്ള സങ്കടമല്ല, ഭാര്യ എങ്ങോട്ടാണ് പോയത് എന്നതിന്റെ തിരിച്ചറിവാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നത്. എവിടെയാണ് എന്റെ ഭാര്യ ആയിരിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില ആളുകളൊക്കെ എത്ര അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്: എന്റെ മകൻ UK-യിലാണ്, എന്റെ മകൻ ഓസ്ട്രേലിയയിലാണ്, എന്റെ മകൻ അമേരിക്കയിൽ ജോലി ചെയ്യുകയാണ്, മാസാമാസം അവൻ ശമ്പളം എനിക്ക് അയച്ചു തരുന്നുണ്ട്. അങ്ങനെ മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നതിൽ സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന എത്രയോ വ്യക്തികളാണ് ഉള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നശ്വരമായ ഒരു സന്തോഷമാണ് എങ്കിൽ നിത്യതയിൽ ദൈവത്തോടുകൂടെ ആനന്ദിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്: ശിമയോന്റെ പ്രതീക്ഷ കർത്താവിലായിരുന്നു. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ശിമയോൻ ജീവിക്കുകയാണ്. ഇന്ന് സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന വ്യക്തികളോട് ഒന്ന് സംസാരിച്ചു നോക്കും. സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യം അവരുടെ സങ്കടങ്ങളെല്ലാം ഈ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യത്തിലാണ്. ഈ ലോകത്തിൽ തനിക്ക് നഷ്ടം വരുന്ന കാര്യങ്ങളെ ഓർത്താണ് അവരുടെ സങ്കടം മുഴുവനും. ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്തുള്ള സങ്കടമാണ് അവരുടെ ഉള്ളിൽ കിടക്കുന്നത് മുഴുവനായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ക്രിസ്തുവിൽ എനിക്ക് ആനന്ദിക്കാൻ കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഞാൻ ഓർക്കുകയാ, എന്റെ ഒരു സുഹൃത്ത് വളരെ നാളുകളായി പരിചയപ്പെട്ട് ബന്ധത്തിൽ വളർന്ന് കൂട്ടായ്മയിൽ വളർന്ന് മുന്നോട്ട് പോയി. അവന് സാമ്പത്തികമായി നല്ല ഉയർച്ചയായി. നല്ല ഉയർച്ചയിലെത്തിയപ്പോൾ അവൻ എന്നെ ഫോൺ വിളിക്കാറേയില്ല. ഞാനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല. എന്തേലും ഒരു കഷ്ടത വരുമ്പോൾ അവൻ പിന്നെയും ഫോൺ വിളിക്കും. ആ കഷ്ടത മാറുന്നോടം വരെയും ഫോൺ വിളിക്കും. ആ കഷ്ടത മാറിക്കഴിഞ്ഞാൽ പിന്നെ വിളിയില്ല. പിന്നെയും കഷ്ടത വരുമ്പോൾ വീണ്ടും വിളിക്കും. ഈ കഷ്ടത വരുമ്പോഴൊക്കെ വിളിക്കുമ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴും അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ ഇത്രയും കാലം വിളിക്കാതിരുന്നതിൽ സങ്കടമുണ്ടോ?
ഞാൻ ഇത്രയും കാലം വിളിക്കാതിരുന്നതിൽ വിഷമമുണ്ടോ? സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്റെ മനസ്സിൽ അല്പം പോലും വിഷമം തോന്നാറില്ല. കാരണം ഇവരിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ വ്യക്തിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുകയും ആ വ്യക്തി വളർന്ന് നല്ല നിലയിലാകുമ്പോൾ മാസാമാസം എന്റെ അക്കൗണ്ടിലേക്ക് കുറെ പൈസ അയച്ചു തരും എന്നൊരു പ്രതീക്ഷ ഞാൻ അർപ്പിക്കുകയും അയാൾ അത് അയച്ചു തരാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് സങ്കടത്തിന്റെ ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. സഭാപ്രസംഗന്റെ പുസ്തകം, ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, അവന്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്ത ശരിയായ വിധത്തിൽ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ചിന്തയല്ല നമ്മുടെ ചിന്തയെങ്കിൽ തീർച്ചയായും നമ്മൾ സങ്കടമുള്ളവരായിരിക്കും. നമുക്കെന്തു നഷ്ടപ്പെട്ടാലും പരിഹരിക്കാൻ കഴിവുള്ളവൻ ദൈവമാണ്, മനുഷ്യരാരുമല്ല പരിഹരിക്കുന്നത്. ഏതെങ്കിലും മനുഷ്യരുടെ അടുക്കലേക്ക് നമ്മൾ പരിഹാരത്തിനു വേണ്ടി കടന്നു ചെല്ലുകയാണെങ്കിൽ, ഒരു സഹായത്തിനു വേണ്ടി കടന്നു ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സങ്കടമായിരിക്കാൻ സമ്മാനിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന വ്യക്തികൾ അവർ പരസ്പരം സഹായിക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവമാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്, ദൈവം എന്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചു, അങ്ങനെ ദൈവം പ്രേരണ തന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പസ്തോലൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 1 തെസ്സലോനി 5:16, നിങ്ങളെപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ. അപ്പസ്തോലൻ പറയുന്ന വാക്കാ, നിങ്ങളെപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തെയും ഓർത്ത് നന്ദിയും സ്തുതിയും പറയുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എന്താണ് പ്രിയരെ? എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തി, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഓർത്ത് നന്ദിയും സ്തുതിയും പറയുന്ന വ്യക്തി ദിവസത്തിന്റെ 24 മണിക്കൂറും ആത്മാവിൽ സന്തോഷിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വ്യക്തിയുടെ മരണം പോലും സന്തോഷത്തോടെയായിരിക്കും സ്വീകരിക്കുന്നത്. മരിക്കാനായിട്ട് ഒരുങ്ങുന്ന അവസ്ഥ അവർക്ക് ഉണ്ടാവുകയാണ്. എന്ത് നഷ്ടമുണ്ടായാലും അവർ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്രയോ വ്യക്തികളാണ് അങ്ങനെ സന്തോഷിച്ച് വളരുന്നത്, സന്തോഷിച്ച് മുന്നോട്ട് പോകുന്നത്. ബൈബിളില് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 14-17 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണമോ പാനീയമോ അല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമത്രേ. അതായത് ഒരു വ്യക്തി ദൈവരാജ്യ അനുഭവത്തിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷത്തിലേക്ക് വരിക എന്നതാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലാണ് വസിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയാണ് വസിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷമാണ് നാം ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ, ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നാം യാത്ര ചെയ്യുന്നതെങ്കിൽ ജീവിത പ്രശ്നങ്ങളിൽ അവിടുന്ന് ഉത്തരമായി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർക്കുകയാ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരാള് ഫോൺ വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കെന്റെ ഭർത്താവിനെ ഓർത്ത്, എനിക്കെന്റെ മക്കളെ ഓർത്ത്, എന്റെ ജീവിതത്തെ ഓർത്ത് വല്ലാത്ത സങ്കടമാണ്. എന്താണ് സങ്കടത്തിന്റെ കാരണം? ഭർത്താവിനെ കുറിച്ച് ഓർത്തതുകൊണ്ടാണ്, ജീവിതത്തെക്കുറിച്ച് ഓർത്തതുകൊണ്ടാണ്. ഓർക്കേണ്ടത് എന്താണ്? പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് ഓർക്കാൻ പറഞ്ഞത് എന്താണ്? ഈശോ തന്റെ അന്ത്യത്താഴ വേളയിൽ ഒരു കഷ്ണം അപ്പമെടുത്ത് ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. പാനപാത്രമെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളിത് വാങ്ങി പാനം ചെയ്യാൻ. എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, എന്റെ ഓർമ്മയ്ക്കു വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുവിൻ. പരിശുദ്ധ കുർബാനയിലാണ് കർത്താവ് ആ വാക്ക് പറയുന്നത്. കുർബാനയുടെ സ്ഥാപന വചനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സന്തോഷം വിശുദ്ധ കുർബാനയിലാകട്ടെ, കർത്താവിൽ തന്നെയാകട്ടെ. എത്രയോ ആളുകൾ എന്നോട് പറയുന്നു, രാവിലെ ഉണർന്നെഴുന്നേറ്റ് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്ത ദിവസം വേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുള്ള 100 കണക്കിന് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സഭാപിതാക്കന്മാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരൊക്കെ സന്തോഷം കണ്ടെത്തിയത്
വിശുദ്ധന്മാരൊക്കെ സന്തോഷം കണ്ടെത്തിയത് വിശുദ്ധ കുർബാനയില് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലാണ്. ആരുമില്ലാത്തപ്പോൾ പൊതുവായിട്ടുള്ള പ്രാർത്ഥന എല്ലാവർക്കുമുണ്ട്. പല വിശുദ്ധന്മാരും പൊതുവായിട്ടുള്ള പ്രാർത്ഥന കഴിഞ്ഞാൽ, അവരുടെ അത്യാവശ്യ ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സമയമുണ്ട്. ആ പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തി ദേവാലയത്തിൽ പോയിരുന്ന് മണിക്കൂറുകൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഫിലാഖാലിയ എന്ന പുസ്തകത്തില് പൂർവ്വപിതാക്കന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ദിവസത്തില് തിങ്കളാഴ്ച ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ബുധനാഴ്ച ഏത് ഭക്ഷണം കഴിക്കണം, വെള്ളിയാഴ്ച ഏത് ഭക്ഷണം കഴിക്കണം, ഇതിനിടയ്ക്ക് ചൊവ്വാഴ്ച കഴിക്കേണ്ട ഭക്ഷണം ഏതാണ്, വ്യാഴാഴ്ച കഴിക്കേണ്ട ഭക്ഷണം ഏതാണ്, എത്ര നേരം ഭക്ഷണം കഴിക്കണം എന്നതിനെക്കുറിച്ചുള്ള സന്ദേശം അതിനകത്ത് പിതാക്കന്മാരെ നൽകിയിരിക്കുകയാണ് പൂർവ്വപിതാക്കന്മാര്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 നേരം മാത്രം ആഹാരം കഴിച്ച് പിതാക്കന്മാർ മുന്നോട്ട് പോകുന്നു. പല ദിവസങ്ങളിലും 1 നേരം മാത്രം കഴിക്കാനായിട്ട് അവർ താല്പര്യം കാണിക്കുന്നു. നിലത്ത് കിടക്കുന്നതിൽ അവർ സന്തോഷിക്കുന്നു. ബെഡ് ഉപയോഗിക്കാനായിട്ട് മടി കാണിക്കുന്ന ആളുകള്, ആഹാരത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാത്ത ആളുകള് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു കാര്യവും പൂർവ്വപിതാക്കന്മാരൊന്നും ചെയ്തിട്ടില്ല. പ്രിയരെ, വിശുദ്ധരായി തീർന്നിട്ടുള്ള സകല വ്യക്തികളുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഈ ലോകത്തോട് അവർക്കൊരു വിരക്തി ഉണ്ടായിരുന്നു എന്നതാണ്. ലോകത്തോട് ഇന്നും നമുക്കൊരു വിരക്തിയില്ല എങ്കിൽ ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തു എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തുവിന് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാമായിരുന്നു, ആനന്ദിക്കാമായിരുന്നു, സന്തോഷിക്കാമായിരുന്നു. പക്ഷെ ഈശോ ജനിക്കാൻ തെരഞ്ഞെടുത്തത് ഒരു കാലിത്തൊഴുത്താണ്. ഈശോ ജനിക്കാൻ തെരഞ്ഞെടുത്തത് ഒരു കാലിത്തൊഴുത്താണ്. ഈശോ ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഏതായാലും ആ വീട്ടിൽ വന്നപ്പോൾ ആ വീടിന് ഒന്നിനും കുറവുണ്ടാകരുത് എന്ന് കരുതേണ്ടവനല്ലായിരുന്നു ക്രിസ്തു. ക്രിസ്തുവിനെ സ്വന്തമാക്കി എന്ന കാരണത്താൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കാലിത്തൊഴുത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ട അവസ്ഥയല്ലേ വരുന്നത്. യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് പോലും കിട്ടാതെ എത്രയോ വീടുകള് കൊട്ടിത്തുറന്നു അവസാനം അവര് ഒഴിവാക്കുകയല്ലേ. ഒറ്റപ്പെട്ട് ഒരു പാറക്കടിയില് പുൽത്തൊട്ടിയില് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടതായിട്ട് വരിക, തന്റെ ഭാര്യ പ്രസവിക്കുമ്പോൾ കൂടെ സഹായിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ പുറത്തുനിന്നോ കൂടെ നിന്നോ വേദനിക്കുന്ന യോസേപ്പ് പിതാവിനെയാണ് കാണുന്നത്. ആർക്കാണ് ജന്മം കൊടുക്കുന്നത്? ലോകരക്ഷകനായ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച കർത്താവിന് ജന്മം കൊടുക്കുമ്പോൾ ക്രിസ്തു ജനിച്ചത് ഒരു ചാണകമണമുള്ള സ്ഥലത്താണ് എങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സഞ്ചരിക്കാൻ നാം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയണമേ. ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ച് ആരാണ്ടടെയോ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടുവെന്ന് ബൈബിളിൽ നമ്മൾ കാണുകയാ. ആർക്കോ വേണ്ടി പണിത കല്ലറയിൽ, സ്വന്തമായൊരു കല്ലറ പോലും ഇല്ലാത്തവനായിരുന്നു ക്രിസ്തു. എന്റെ നാട്ടിലൊരു ചേട്ടൻ മരിക്കുന്നതിന് മുമ്പേ നല്ല കല്ലറ പണിതിട്ടു. ഇടവകയിൽ അല്പ സാമ്പത്തികമായ ഞെരുക്കമുണ്ടായതുകൊണ്ട് പള്ളിയിൽ കമ്മിറ്റിക്കാരൊരു തീരുമാനമെടുത്തു, നമ്മുടെ ശവക്കോട്ട ഒന്ന് പൊളിച്ച് പണിയാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് കല്ലറ പണിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് നേരത്തെ പണം മുടക്കി കല്ലറ പണിയാം. അങ്ങനെ കല്ലറ പണിത് സ്ലാവും തീർത്ത് നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് പേരൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ജനിച്ച ദിവസവും എഴുതി കൊത്തി വെച്ചിരിക്കുകയാണ്. ഇനി ആ മരണത്തിന്റെ ടൈം മാത്രം അവിടെയൊന്ന് എഴുതി ചേർത്താ മതി. ഇടയ്ക്കിടയ്ക്ക് കുർബാന കഴിയുമ്പോൾ അവരുടെ കല്ലറയെ നോക്കി അവർ നാളെ അങ്ങോട്ട് പോകേണ്ടതാണല്ലോ എന്ന് കരുതുന്ന എന്റെ നാട്ടുകാരെ ഞാൻ ഓർക്കുകയാണ്. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് ഇതിന്റെ കാര്യം, എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു സ്വന്തമായിട്ടൊരു കല്ലറയില്ലാത്തവനായിരുന്നു. നമ്മൾ സ്വന്തമായി കല്ലറ പണിത് കാത്തിരിക്കുമ്പോൾ സ്വന്തമായി കല്ലറയില്ലാത്ത ക്രിസ്തു അപ്പോഴും അവന് സന്തോഷം മാത്രമായിരുന്നു. ജീവിതം മുഴുവനും സന്തോഷം മാത്രം. അമരത്ത് തലയണ വെച്ച് ഉറങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടും ഈശോയ്ക്കുണ്ടായിരുന്നില്ല. കടലിലൂടെ സഞ്ചരിക്കുമ്പോഴും അപ്പസ്തോലന്മാര് മീൻ പിടിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴും കാറ്റും കോളും ഉണ്ടാകുമ്പോഴും വളരെ ശാന്തനായി കിടന്നുറങ്ങുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ഈ കർത്താവിനെ സ്വന്തമാക്കിയ പത്രോസ് അപ്പസ്തോലന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ് അപ്പസ്തോലനെ കൊല്ലാനായിട്ട് പിടിച്ചിട്ട് കാരാഗ്രഹത്തിൽ അടച്ച വേളയിൽ ആ രാത്രി പത്രോസ് അപ്പസ്തോലൻ വളരെ ശാന്തനായി കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം തന്നെ കഴുത്തുവെട്ടി കൊല്ലാൻ പോവുകയാണ്. ആ രാത്രി വളരെ ശാന്തനായി കിടന്നുറങ്ങുകയാണ്. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ശാന്തത കൈവെടിയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ അവിടുന്ന് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിൾ നമ്മോട് പറയുന്നത്, പൂർവ്വപിതാക്കന്മാര് നമ്മോട് പറയുന്നത്, നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു, എന്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവിനെ സ്വന്തമാക്കിയ സകലരുടെയും അവസ്ഥ അത് തന്നെയാണ്. വിശുദ്ധ ലോറൻസിനെ കൊല്ലാൻ പിടിക്കുന്ന അവസരത്തിൽ വിശുദ്ധ ലോറൻസ് പറയുന്ന ഒരു വാക്കുണ്ട്. വറചട്ടിയിലേക്കിട്ട് ഒരു വശം മുഴുവനും വെന്ത് കഴിയുമ്പോൾ വിശുദ്ധ ലോറൻസ് പറയുകയാണ്, ഇനി തിരിച്ചിട്ട് കഴിഞ്ഞാൽ മറുവശവും കൂടി വെന്ത് കിട്ടുമെന്ന്. എപ്പോഴാണ് പ്രിയരെ അവർക്ക് അങ്ങനെ പറയാനായിട്ട് ശക്തി ലഭിക്കുന്നത്? ക്രിസ്തു നൽകുന്ന സന്തോഷം ഉള്ളിൽ നിറയുമ്പോഴാണ്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളിപ്പോൾ സങ്കടപ്പെടുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അത് ഞാൻ പോകുന്നതോർത്താണ് നിങ്ങളുടെ സങ്കടം, ഞാൻ നിങ്ങളിൽ നിന്ന് അകലുന്നതോർത്താണ് നിങ്ങളുടെ സങ്കടം. പക്ഷേ നിങ്ങളുടെ സങ്കടമെല്ലാം സന്തോഷമായി മാറും. കാരണം കർത്താവ് വീണ്ടും വരികയാണ് കൂടെയായിരിക്കുവാൻ. തിരുവോസ് തിരുവനായി നമ്മുടെ കൂടെ വസിച്ച കർത്താവ് ഇതാ ഇനി രാജാതിരാജനായി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ആ കർത്താവിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, സന്തോഷം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളൊന്നും നാം ചെയ്യരുത്. മദ്യപിക്കാതിരിക്കുക, പുകവലിക്കാതിരിക്കുക, തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്ക് വീണുപോകാതിരിക്കുക, ലോകവുമായി പാപത്തിൻ്റെതായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാതിരിക്കുക. നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ, നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികൾ, നമ്മൾ ആരുമായിട്ടാണ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്? ആത്മീയ മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണോ നമുക്കുള്ളത്? ഇല്ലെങ്കിൽ യേശയ്യ വളരെ വേദനയോടെ പറഞ്ഞതുപോലെ, ഞാൻ അശുദ്ധമായ അധരമുള്ളവൻ, അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവൻ. ദൈവത്തെ പാടി സ്തുതിക്കുന്ന മാലാഖമാരെ കണ്ട് യേശയ്യ പറഞ്ഞത് അപ്രകാരമാണ്. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, അശുദ്ധമായ ബന്ധങ്ങളാണോ നമുക്കുള്ളത് എന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ദൈവത്തിലാണ് സന്തോഷിക്കുന്നതെങ്കിൽ, ദൈവത്തിലാണ് ആനന്ദിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും, വലിയ അത്ഭുതം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കാനായിട്ട് കടന്നുവരുന്ന ധാരാളം വ്യക്തികൾ, പ്രത്യേകിച്ച് രോഗികളായി കടന്നുവരുന്ന ആളുകൾ, വളരെ സങ്കടത്തോടെയാണ് അവർ ധ്യാനിക്കാനായിട്ട് കടന്നുവരുന്നത്. ധാരാളം ഡോക്ടേഴ്സിനെ കണ്ടു, വൈദ്യശാസ്ത്രം കൈവിട്ടു, അങ്ങനെ വളരെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് ധ്യാനിക്കാനായിട്ട് കടന്നുവന്ന് ഒരാഴ്ചത്തെ ധ്യാനം കഴിയുമ്പോൾ കുറെ പേരുടെ രോഗം മാറും, കുറച്ചുപേരുടെ രോഗം മാറാറില്ല. രോഗം മാറിയാലും മാറിയില്ലെങ്കിലും രണ്ടുപേരെയും ഇപ്പോൾ ത്രാസെ വെച്ച് തൂക്കിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ തൂക്കമാണ്. രോഗം മാറിയയാൾക്ക് സന്തോഷമാണ്, രോഗം മാറാത്തയാൾക്കും സന്തോഷമാണ്. എന്തുകൊണ്ടാണ് രണ്ടുപേർക്കും ഒരേ സന്തോഷം? സന്തോഷത്തിന്റെ കാരണം രോഗം മാറുമ്പോഴും മാറാത്തപ്പോഴും അവർ ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നതിനാൽ അവർ രോഗവുമായി ബന്ധപ്പെടുത്തിയല്ല അവരുടെ സന്തോഷത്തെ കാണുന്നത്. ധ്യാനമന്ദിരത്തിൽ വരുന്നോടം വരെ രോഗം മാറിയാൽ സന്തോഷം എന്ന് കരുതിയാണ് ധ്യാനമന്ദിരത്തിലേക്ക് കടന്നു വരുന്നത്. ധ്യാനമന്ദിരത്തിൽ വന്നിരുന്ന് ഒരാഴ്ച ദൈവത്തിന്റെ വചനം കേട്ടുകഴിയുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാകും, ഈ ശരീരം ഒന്നുമല്ല, ശരീരം ഒന്നിനും ഉപകരിക്കുകയില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. അതുകൊണ്ട് ശരീരത്തെ സംരക്ഷിക്കാനുള്ള ആ ചിന്ത വിട്ടുപോയിട്ട് ആത്മാവിനെ എങ്ങനെ പോഷിപ്പിക്കണം എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ കടന്നു വരികയാണ്. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മാവിനെ പോഷിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു എന്ന് വേണം കണക്കാക്കാൻ. നശിച്ചു പോകുന്ന ശരീരത്തിനു വേണ്ടി എന്തെല്ലാം നാം ചെയ്താലും യാതൊരു പ്രയോജനവുമില്ല. നശിക്കാത്ത ഒരാത്മാവ് നമുക്കുണ്ട് എന്ന കാര്യം ഓർക്കണം. ആ ആത്മാവ് നിത്യതയിൽ ദൈവത്തോടുകൂടെയാണ് ജീവിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ ആത്മാവ് നിത്യനരകത്തിൽ സാത്താനോടുകൂടെ ജീവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കുമ്പോഴാണ് സന്തോഷമുള്ളത്. സാത്താന്റെ കൂടെ ജീവിച്ചാൽ സന്തോഷമില്ല, അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും എന്ന് ബൈബിള് വളരെ വ്യക്തമാക്കി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നരകത്തിൽ പല്ലുകടിയാണ്, അവിടെ കരച്ചിലാണ്, അവിടെ വിലാപമാണ്. സ്വർഗത്തിൽ സന്തോഷമാണ്. സ്വർഗീയമായ ഒരു സന്തോഷം നമുക്ക് ഈ ഭൂമിയിലും വെച്ച് ലഭിക്കുന്നു. മരണത്തിന് ശേഷം നിത്യതയിൽ കർത്താവിനോടൊപ്പം ദൈവത്തോടുകൂടെ ആയിരിക്കുക എന്നതിനേക്കാൾ വലിയൊരു സന്തോഷം
നമുക്ക് ലഭിക്കാനില്ല പ്രിയരെ. ഈ ലോകത്തിൽ എത്ര നല്ല ജീവിത പങ്കാളിയെ കിട്ടിയാലും, എത്ര നല്ല അപ്പനെ കിട്ടിയാലും, അമ്മയെ കിട്ടിയാലും, ആരെ കിട്ടിയാലും, എന്തെല്ലാം നമുക്ക് ലഭിച്ചാലും ദൈവത്തോടുകൂടെ ആയിരിക്കുമ്പോഴുള്ള സന്തോഷം വേറൊരിടത്തുനിന്നും നമുക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് ദൈവത്തോടുകൂടെ ആയിരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥനയുടെ മനുഷ്യനായി തീരണം. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് സന്തോഷിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തെയും ഓർത്ത് നന്ദിയും സ്തുതിയും പറയുക. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ദൈവവിചാരത്തോടെ എല്ലായ്പ്പോഴും വ്യാപരിക്കുന്ന വ്യക്തി. നമ്മുടെ മനസ്സും മനസാക്ഷിയുമൊക്കെ ദൈവവചനത്തിൽ ഊട്ടി ഉറപ്പിച്ചതായിരിക്കണം. ദൈവവചനത്തിന് വിപരീതമായി യാതൊരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്. ചിലര് മണിക്കൂറുകളോളം അധ്വാനമില്ലാതെ പ്രാർത്ഥിക്കുന്നവരാണ്. ചിലര് പ്രാർത്ഥന തന്നെ അധ്വാനമാക്കി മാറ്റിയിരിക്കുന്നവരാണ്. ഓരോരുത്തരും അവരുടെ മനസ്സ് എങ്ങനെ ദൈവത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്നതിന്റെ വെളിച്ചത്തിലാണ് നിന്റെ സന്തോഷം കുടികൊള്ളുന്നത്. അപ്പൊ ക്രിസ്തുവിൽ എനിക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുക, ക്രിസ്തുവിൽ എനിക്ക് ആനന്ദിക്കാനായിട്ട് പറ്റുക. ക്രിസ്തു സന്തോഷത്തിന്റെ സദ്വാർത്തയായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നവരുടെ ജീവിതത്തിലും സന്തോഷമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കാണാനായിട്ട് വന്ന ആട്ടിടയന്മാര് അവര് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് പോവുകയാണ്. ദേവാലയത്തിൽ കാത്തിരുന്ന ശമയോൻ ഒരു വേള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ചിന്ത നൽകുകയാണ്. ദേവാലയത്തിലേക്ക് ചെല്ലുക. പരിശുദ്ധാത്മാവ് പ്രേരണ നൽകി ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായി കടന്നു വരുന്നതാണ്. ആ ഉണ്ണീശോയെ കയ്യിലെടുത്തതിന് ശേഷം ശമയോൻ പറഞ്ഞ വാക്ക് ഇതാണ്: എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന രക്ഷ എന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് സമാധാനമായി, എനിക്കിനി തിരിച്ചു പോയാ മതിയെന്ന്. എങ്ങോട്ട്? ദൈവത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു, ഇനി തിരിച്ച് തമ്പുരാന്റെ പക്കലേക്ക് മാത്രം തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അപ്പസ്തോലൻ കാരാഗ്രഹത്തിൽ കിടന്ന് പറഞ്ഞ കാര്യം: നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ സന്തോഷിക്കണം, കർത്താവിൽ സന്തോഷിക്കണം. വേറൊരു വ്യക്തിയിലോ വസ്തുവിലോ ശക്തിയിലോ ഒന്നിലും സന്തോഷം കണ്ടെത്താനായിട്ട് പോകരുത്. ആ സന്തോഷം നിലനിൽക്കുന്ന സന്തോഷമല്ല. ക്രിസ്തു അനുവദിക്കാത്തത്, ക്രിസ്തു ആശീർവദിക്കാത്തത്, ക്രിസ്തുവിന് ചേരാത്തതെല്ലാം ജീവിതത്തിൽ നിന്ന് അനുദിനം നമുക്ക് നീക്കിക്കളയാം. അങ്ങനെ നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിൽ നമുക്ക് വ്യാപരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലയിൽ കിട്ടുന്ന മത്സ്യം നല്ല മത്സ്യത്തെയും ചീത്ത മത്സ്യത്തെയും വേർതിരിക്കുന്ന ഒരു മുക്കുവനെ പോലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ നിമിഷവും ഈ ലോകമാകുന്ന വലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വല കൊണ്ട് വീശുമ്പോൾ അതിനകത്ത് വന്ന് വീഴുന്നത് നല്ലതേതാണോ ചീത്ത ഏതാണോ എന്ന് മനസ്സിലാക്കി ചീത്തയായതിനെയൊക്കെ പിറക്കിക്കളഞ്ഞ് നല്ലതിനെ മാത്രം ശേഖരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിന് കർത്താവ് നമ്മളെ സഹായിക്കും. എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുക, എപ്പോഴും ആനന്ദിക്കുക, ദൈവത്തിൽ സന്തോഷിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തെയും ഓർത്ത് നന്ദിയും സ്തുതിയും പറയുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. കർത്താവെ, ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും രോഗത്തിലായിരിക്കുമ്പോഴും തകർച്ചയിലായിരിക്കുമ്പോഴും പ്രശ്നത്തിലായിരിക്കുമ്പോഴും ഒക്കെ അങ്ങയോട് ചേർന്ന് നിന്ന് സന്തോഷിക്കുവാനുള്ള കൃപ തരണമേ. മരണസമയം പോലും സന്തോഷത്തിന്റെ സമയമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.